أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد മന്യ സഹോദരന്മാരെ സഹോദരികളെ ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബ ഡോക്ടർ അബ്ദുല്ലാഹിൽ ജുഹനിയാണ് ഇന്ന് ഖുതുബ ഓതിയത്. അദ്ദേഹത്തിൻ്റെ വിഷയം എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതേസമയത്ത് വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം എത്ര തന്നെ പഠിച്ചതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ഒക്കെയാണെങ്കിലും നമ്മുടെ വീഴ്ച നികറ്റാൻ അനിവാര്യമാണ് നാം ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കുക വിഷയത്തെ. അങ്ങനെയുള്ള എല്ലാവർക്കും പരിചയമുള്ള വിഷയമാകുന്ന തഖ്വ എന്ന വിഷയമാണ് ഇന്ന് ഡോക്ടർ അബ്ദുല്ലാഹിൽ ജുഹാനി ചർച്ച ചെയ്തത്. അതെ, തഖ്വ എന്ന വിഷയം പറയുമ്പോൾ നാം പലപ്പോഴും ഇവിടെ എൻ്റെ ക്ലാസ്സിൽ സ്ഥിരമായി എൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കുന്നവർക്ക് പരിചയമുണ്ട്. തഖ്വ എന്ന വിഷയം നൂറുകണക്കിൽ പ്രാവശ്യം അള്ളാഹു ഖുർആനിൽ ചർച്ച ചെയ്തൊരു വിഷയവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവേണ്ട വിഷയവും മുത്തഖി എന്ന ആ സിഫത്ത് ഒരു മുസ്ലിമിൽ ഇല്ലാത്ത പക്ഷം അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ആ ഇബാദത്തുകളിൽ കൊഴുപ്പുണ്ടാവുകയില്ല. തഖ്വ മാത്രമാണ് മനുഷ്യന്റെ ഇബാദത്തിൽ കൊഴുപ്പുണ്ടാക്കുന്നതും മനുഷ്യനെ തെറ്റുകളിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നതും മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതും മനുഷ്യനെ ജനങ്ങളുമായുള്ള പെരുമാറ്റത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അവനെ സഹായിക്കുന്നതും മനുഷ്യനെ അവന്റെ ഇടപാടുകൾ, അവൻ ചെയ്യുന്ന സൃഷ്ടികളുമായുള്ള ഇടപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് സൂക്ഷ്മത പാലിക്കാൻ സഹായിക്കുന്നതും. അങ്ങനെ ഏത് വിഷയം തൊട്ടു നോക്കുകയാണെങ്കിലും പരിശോധിച്ചു നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം തഖ്വ എന്ന ആ മഹാ ഇബാദത്ത്, ആ മഹാ അമല്, ആ മഹാ അള്ളാഹുവിന്റെ കൽപ്പന അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മുടെ ഈമാനിക ശക്തിക്ക് ഫോഴ്സ് നൽകുന്ന, ശക്തി നൽകുന്നതായ ഒരു യന്ത്രം എന്ന് നാം മനസ്സിലാക്കണം. അത് ഞാൻ പണ്ട് തന്നെ ക്ലാസ്സുകളിൽ ഉണർത്താറുള്ളതായ ഭാഗമാണ്. അത് പറഞ്ഞുകൊണ്ടാണ്, അത്തരം കാര്യങ്ങളിലേക്ക് സൂചന നൽകിയും കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ആയത്തുകളെ ചർച്ച ചെയ്തുകൊണ്ട്, ആയത്തുകളെ ഓതിയും കൊണ്ട് മക്ക ഇമാമെ എന്ന് വളരെ വിശദമായി വിശദീകരിച്ച് സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ശൈലി നമുക്ക് പരിചയമുള്ളതാണ്. പലപ്പോഴും ഞാൻ കേൾപ്പിച്ചതാണ് നിങ്ങളെ. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്. മുമ്പുള്ള സർവ്വ അഹ്ലി കിതാബുകൾ നൽകപ്പെട്ടവരാരുണ്ടോ അവരോടെല്ലാം നാം ഉപദേശിച്ചിട്ടുണ്ട്. എന്ത്? അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പുള്ളതായ എല്ലാ കിതാബിന്റെ ഉടമകൾക്കും നാം അവരോട് കൽപ്പിച്ചിട്ടുണ്ട്, വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. എന്ത്? അള്ളാഹുവിനെ ഭയപ്പെടണം നിങ്ങൾ. അപ്രകാരം തന്നെ വയ്യാക്കും, നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു, നിങ്ങളോടും ഞാൻ കൽപ്പിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് നമുക്ക് പാഠം നൽകിയത്, നമുക്ക് പാഠം പഠിപ്പിച്ചത്. നാം വസിയത്ത് ചെയ്തിരിക്കുകയാണ് മുമ്പന്മാർക്ക്, നിങ്ങൾക്കും അങ്ങനെ തന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്തിരിക്കുകയാണ് തഖ്വ. അപ്പോൾ തഖ്വ ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത എല്ലാ ഉമ്മത്തുകളോടും അല്ലാഹ് കൽപ്പിച്ച കൽപ്പനകളുടെ ഒരു ഭാഗമാണ് തഖ്വ. അത് റുഹയാണ്. റുഹ എന്ന് പറഞ്ഞാല് യന്ത്രം കറങ്ങുന്നതായ ആ കറങ്ങുന്ന യന്ത്രത്തിന്റെ അതിനെ കൺട്രോൾ ചെയ്യുന്നതായ ഒന്നാണ് തഖ്വ. ആ തഖ്വ ഒരാളിൽ ഇല്ലാതെയായി കഴിഞ്ഞാൽ അവന് പിന്നെ സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുന്നതല്ല. അവൻ വഞ്ചിക്കും, തട്ടിപ്പ് നടത്തും, വെട്ടിപ്പ് നടത്തും, അനാചാരം ചെയ്യും, അനിസ്ലാമികത്വം എല്ലാ രൂപത്തിലുള്ളതും ചെയ്യാൻ അവനെ തടയുന്ന തഖ്വ ഇല്ലാതെയായി കഴിഞ്ഞാൽ അവൻ അതിൽ പ്രേരണ ഉണ്ടാകും. ആ പിശാച്ച് കൈകടത്തും, പിശാച്ച് നമ്മുടെ സ്റ്റയറിംഗ് പിടിച്ച പോലെയായി മാറും. പിന്നെ നമുക്ക് പിശാച്ച് ഉദ്ദേശിച്ച ഭാഗത്തിലേക്ക് ചലിക്കേണ്ടി വരും, ദേഹേച്ഛ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് ചലിക്കേണ്ടി വരും എന്നല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ തഖ്വ ഉപേക്ഷിക്കുന്നവർക്ക് സാധിക്കുന്നതേ അല്ല. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് തഖ്വ എന്നത്. എപ്പോഴും നാം പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഇരിക്കേണ്ടതായ ഒന്നാണ് തഖ്വ എന്ന വിഷയം.
അതിന്റെ പ്രാധാന്യം നൽകിയും കൊണ്ട് തന്നെ നാം മനസ്സിലാക്കിയാൽ തഖ്വ എന്ന വാക്കിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മുവഹിദീങ്ങളാവാൻ വേണ്ടി എന്നും പറയുന്നതായി ഖുർആനിൽ കാണാം. അപ്പോൾ തൗഹീദ് ഉൾക്കൊള്ളുമ്പോഴേ തഖ്വയാവുള്ളൂ എന്ന് അതിൽ നിന്നിട്ട് നമുക്ക് സൂചനയുണ്ട്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫത്തഖൂൻ എന്നും കാണാം. അതുപോലെ തന്നെ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ എന്നും കാണാം. അപ്പോൾ ഇബാദത്ത് തൗഹീദ് ഉൾക്കൊള്ളുക എന്നത് തഖ്വയുടെ മജ്ജയാണ്, തഖ്വയുടെ പ്രധാന ഭാഗമാണ് എന്നുകൂടി ഖുർആൻ തന്നെ സ്ഥിരീകരിച്ചതായിട്ട് കാണാം. അപ്പോൾ തൗഹീദില്ലാത്ത തഖ്വയില്ല എന്നത് വളരെ വളരെ സ്പഷ്ടമാണ്, വളരെ വ്യക്തമാണ്. തൗഹീദില്ലാതെ തഖ്വയില്ല. അഥവാ ഒരാള് വളരെ മുത്തഖിയായി 5 വഖ്ത് കൃത്യമായി നമസ്കരിക്കുന്നു, എല്ലാ അമലുകളും ചെയ്യുന്നു, അതിലൊന്നും വീഴ്ച വരുത്തുന്നില്ല. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഇന്ന് മദീന ഇമാം അല്പഭാഗങ്ങൾ സൂചിപ്പിച്ച വിഷയമാണ് മാതാപിതാക്കൾക്കുള്ളതായ ബാധ്യത. അങ്ങനെയുള്ള ആ ബാധ്യത നിർവഹിക്കുന്നുണ്ട്, ഒന്നിനും വീഴ്ച വരുത്തിയിട്ടില്ല അവന്റെ ജീവിതത്തിൽ. പക്ഷേ അവനെന്തില്ല, അവന് തൗഹീദില്ല, അവന് ഏകദൈവ വിശ്വാസത്തിൽ വേണ്ടത്ര ശരിക്ക് വേറൂന്നി അവന് പഠിച്ചിട്ടില്ല, അവൻ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല. അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധനയുടെ എല്ലാ ഇനങ്ങളും എന്നത് അവൻ ഉൾക്കൊണ്ടിട്ടില്ല. അല്ല, അള്ളാഹുവിനോടും പ്രാർത്ഥിക്കാം, ഷിട്ടികളോടും പ്രാർത്ഥിക്കാം, ജിന്നുകളോടും പ്രാർത്ഥിക്കാം, മലക്കളോടും പ്രാർത്ഥിക്കാം, ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കാം, കബറാളികളോടും പ്രാർത്ഥിക്കാം, അള്ളാഹുവിനെയും ആ കൂട്ടത്തിൽ കൂട്ടാം എന്ന രൂപത്തിലുള്ളതായ ചിന്താഗതിയാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ അവൻ എത്ര തന്നെ സദഖ ചെയ്താൽ, എത്ര തന്നെ ധർമ്മം ചെയ്താൽ, എത്ര തന്നെ അമലുകൾ ചെയ്താൽ, എന്ത് തന്നെ അവന്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ, അവൻ ചെയ്ത സർവ്വ നന്മകൾ ദുനിയാവിൽ അതിന് ഒരു പക്ഷേ അള്ളാഹു ഫലം നൽകിയേക്കാം, അതിന് പ്രതിഫലം നൽകിയേക്കാം. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ശിർക്ക് ചെയ്ത വിഭാഗത്തിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആ ശൈലി പലപ്പോഴും നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതാണ്. അവർ ചെയ്ത അമലുകളിലേക്ക് നാം ചെല്ലും, എന്നിട്ട് അതിനെ വിതരപ്പെട്ട ധൂളിയാക്കി പറപ്പിച്ച് കളയും എന്ന് അള്ളാഹു ഖുർആനിൽ തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ തൗഹീദോട് കൂടിയുള്ള തഖ്വയായിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതായ തഖ്വ. ആ തഖ്വയാണ് ഇന്ന് മക്ക ഇമാമ് ചർച്ച ചെയ്തതായ തഖ്വ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തഖ്വ പറഞ്ഞപ്പോൾ അള്ളാഹുവിനുള്ള ഇബാദത്തിനെ കുറിച്ച് ഊന്നി പറയുകയും അതിനുശേഷം പിന്നെ ഓരോ നബിമാരോടും അള്ളാഹു കൽപ്പിച്ചതായ കൽപ്പനകളെ കുറിച്ച് വെവ്വേറെ വെവ്വേറെയായിട്ട് അദ്ദേഹം ഉണർത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ലൈസ അലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജുനാഹുൻ ഫീമാ തഇമു ഇദാ മത്തഖൂ ആമനു വഅമിലുസ് സാലിഹാത്തി സുമ്മ തഖൂ ആമനു സുമ്മ തഖൂ അഹ്സനു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന ആയത്ത് ഓതിയും കൊണ്ട് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ തന്നെ തഖ്വ എന്ന പദം പലതവണ ഉപയോഗിച്ചു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചതായിട്ട് കാണുന്നു ആയത്തുകളെ. അതെ, ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയായിട്ട് തഖ്വ ചെയ്യണം എന്ന് മടക്കി മടക്കി പറയാൻ കാരണം ആ തഖ്വയുടെ പ്രത്യേകത, അതിനുള്ള പ്രാധാന്യം നാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്ന് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. വിളിച്ചതാരെയാണ്? സത്യവിശ്വാസികളെയാണ്. ആ സത്യവിശ്വാസികളോട് അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. എന്നിട്ട് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോ നഫ്സും, ഓരോ ശരീരവും, ഓരോ വ്യക്തിയും അവനൊരു ആത്മപരിശോധന നടത്തട്ടെ. അവൻ എന്തെല്ലാമാണ് നാളേക്ക് വേണ്ടി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അള്ളാഹു ഖുർആനിൽ പരലോകത്തിനെ കുറിച്ച് നാളെ എന്ന പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത്രയും അടുത്തതാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി. നാളേക്ക് വേണ്ടി എന്താണ് അവൻ തയ്യാറ് വെച്ചിട്ടുള്ളത് എന്ന് ഒന്ന് അവൻ പരിശോധിച്ച് നോക്കട്ടെ. അവന്റെ പഴയ പട്ടികയെ അവൻ പരിശോധിച്ച് നോക്കട്ടെ. അവന്റെ ആ ഫയൽ അങ്ങോട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ അവന് കാണാൻ സാധിക്കും, ഓരോ വ്യക്തികൾക്കും കാണാൻ സാധിക്കും അവൻ ചെയ്തതായ വീഴ്ചകൾ, അവൻ ചെയ്തതായ തെറ്റുകൾ, അവൻ ചെയ്തതായ പാപങ്ങൾ, അവൻ ചെയ്തതായ തട്ടിപ്പുകൾ, അവൻ ചെയ്തതായ വഞ്ചനകൾ, എന്തെല്ലാം അവന്റെ വിഷയത്തിൽ കാട്ടിക്കൂട്ടി അതെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അവന് നിർബന്ധമായി ഞാൻ ജീവിച്ച ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഞാൻ ഭയപ്പെട്ടിട്ടില്ല, ഞാൻ തഖ്വ ശരിക്കും ഉൾക്കൊണ്ട ആളായി മാറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ തെറ്റുകളെ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന ആ കുറ്റബോധം, ആ വീഴ്ചബോധം അവരിൽ ഉടലെടുക്കും. എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒറ്റ ആയത്തിൽ, ഒരേ ഒരു ആയത്തിൽ തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷം പിന്നെയും നാളേക്ക് വേണ്ടി എന്ത് തയ്യാർ
ചെയ്തു വെച്ചു എന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പിന്നെയും ഒത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. ഈ രണ്ടാമത്തെ തഖ്വാന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ആദ്യം ചെയ്തതായ തഖ്വയിലുള്ള വീഴ്ച, ആ തഖ്വ വേണ്ടതുപോലെ ആയിട്ടില്ല എന്നത് പരിശോധിച്ചപ്പോൾ കണ്ടപ്പോൾ അതിനെ നികറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പേരാണ് രണ്ടാമത്തെ തഖ്വ. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മജ്ഞാനിയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നതായ ഈ പ്രവർത്തനം അത് മുമ്പുള്ളതായ തെറ്റുകളോട് വിടവാങ്ങിയിട്ട് പാശ്ചാത്തപിച്ചിട്ട് ഖേദിച്ച് മടങ്ങിയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി തീരുമാനിച്ച് തഖ്വയെ വീണ്ടും പുതുക്കി പണിയാൻ വേണ്ടി നീ ഒരുങ്ങിയതാണോ? അല്ല വെറും തട്ടിപ്പിന് വേണ്ടി മാത്രം റമദാൻ മാസം വരുന്ന സമയത്ത് മാത്രം ഒരു അസ്തഗ്ഫിറുല്ലാഹ് പാടി പിന്നെ അള്ളാഹുമായുള്ളതായ ബന്ധത്തിലുള്ള വീഴ്ചയെ കൂട്ടാക്കാതെ റമദാനോട് വിട വാങ്ങുമ്പോൾ, നല്ല മാസങ്ങളോട് വിട വാങ്ങുമ്പോൾ, നല്ല സീസണുകളോട് വിട വാങ്ങുമ്പോൾ വാല് കുഴലിട്ടതുപോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുന്ന രൂപം ഉണ്ടാവുകയാണോ അല്ലേ നമ്മളിൽ എന്നത് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ സമാപനത്തിൽ പ്രത്യേകിച്ച് അള്ളാഹ്ക്ക് അറിയുന്നുണ്ട് നീ ചെയ്ത ആ തഖ്വ, രണ്ടാമത്തെ ആ പരിശോധനയ്ക്ക് ശേഷം ചെയ്ത തഖ്വ അത് പരിപൂർണമാണോ, വീഴ്ച നെഗറ്റിക്കഴിഞ്ഞതിന്റെ ശേഷമാണോ അല്ലേ എന്നത് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്ന ആളാണ് എന്ന്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഖുതുബയിൽ മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബയിൽ ഖതീബ് സംസാരിച്ചതായ വേളയിൽ ഒരേ ആയത്തിൽ തന്നെ പലതവണ തഖ്വ എന്ന പദം ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആയത്തുകൾ ഓതിയിരുന്നു. അതിൽ നിന്നിട്ട് ചിലതാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പുള്ള നബിമാരോടെല്ലാം, ആ നബിമാരുടെ ഉമ്മത്തുകളോടെല്ലാം നിങ്ങൾ മുത്തഖീങ്ങളായിരിക്കണമെന്ന് പറഞ്ഞു എന്നതിന് തെളിവായും കൊണ്ട് മക്ക ഇമാമ് അങ്ങനെയുള്ള ആയത്തുകളൊന്നും നിരത്തി വെച്ചിരുന്നു. ഷോർട്ടാക്കാം നമുക്ക്. കദ്ദബത്ത് ആദും ബിൽ മുർസലീൻ ഇദ് ഖാല ലഹും അഖൂഹും ഹൂദുൻ അലാ തത്തഖൂൻ. അതിനു മുമ്പ് കദ്ദബത്ത് ഖൗമു നൂഹിൻ ബിൽ മുർസലീൻ, നൂഹ് നബി അലൈഹി സ്വലാം മുർസലുകളെ കളവാക്കി. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. ആദ് ഗോത്രക്കാർ അള്ളാഹുവിനെ കളവാക്കി. അപ്പോൾ ഹൂദ് നബി അലൈഹി സ്വലാം അവരോട് ആദ് ഗോത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അപ്പോൾ അള്ളാഹുവിനെ കളവാക്കിയതായ വിഭാഗത്തോട് ആ കളവാക്കാതെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ച കൽപ്പന മുത്തഖീങ്ങളാവണം എന്ന കൽപ്പനയാണ്. ഇങ്ങനെയുള്ള ശൈലി അള്ളാഹു ഖുർആനിൽ പല സൂറത്തുകളിൽ പല സ്ഥലങ്ങളിലായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതായ ആ തത്വം ഉറച്ച് മനസ്സിലാക്കാം. യാതൊരു പ്രയാസമില്ലാതെ പെട്ടെന്ന് നമ്മുടെ ബുദ്ധിക്ക് ഗോചരമാകുന്ന ഒരു വിഷയമാണ്. എന്ത്? ഒരാള് മുത്തഖിയാവണമെങ്കിൽ മുവഹിദാവണം, മുവഹിദാവണമെങ്കിൽ മുത്തഖിയാവണം. രണ്ട് രൂപത്തിലും രക്ഷയില്ല, രണ്ടെണ്ണം ഒരുമിച്ച് കൂട്ടാത്തെ എന്നത്. അപ്പോൾ മുമ്പുള്ളതായ ആ നബിമാരുടെ ഖൗമിനോട് നിങ്ങൾ അള്ളാഹുവിനെ കളവാക്കിയപ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങുക, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറുക, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞതായ സന്ദർഭത്തിൽ അവരോട് അലാ തത്തഖൂൻ, നിങ്ങൾ എന്തേ അള്ളാഹുവിനെ ഭയപ്പെടാത്തത്, എന്തേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാത്തത് എന്ന പദം എല്ലാവരും ഉപയോഗിച്ചു എന്നതാണ്. കദ്ദബത്ത് സമൂദു അൽ മുർസലീൻ, അതുപോലെ കദ്ദബത്ത് ഖൗമു ലൂത്തുൽ മുർസലീൻ, അതുപോലെ തന്നെ കദ്ദബ അസ്ഹാബുൽ ഐക്കത്തിൽ മുർസലീൻ ഇദ് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ. ഐക്ക എന്ന് പറയുന്ന വിഭാഗം, ആ വലിയ തോട്ടമുള്ളതായ നാട്ടുകാർ, തോട്ടമുള്ളതായ കൃഷിസ്ഥലമുള്ളതായ ആ നാട്ടുകാര്, അതും ഇവിടെ ഷാമിനടുത്തതായ ഒരു നാട്ടിലാണ് ശുഐബ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു നിയോഗിച്ചത്. അവരും അള്ളാഹുവിനെ കളവാക്കി. ആ കളവാക്കിയതായ ആ വിഭാഗത്തോട് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, എന്തേ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടാത്തത്, അഥവാ നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്തത്, അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കാത്തത്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച പദം എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടില്ല എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഏറ്റവും വലിയ തെറ്റുകൾ, വന്തോഷങ്ങളിൽ വന്തോഷമാകുന്നതായ ആ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം വരുന്നതായ, അതിന് തൊട്ട് വരുന്നതായ എല്ലാ വന്തോഷങ്ങൾ, സബ്ഉൽ മൂബിഖാത്തുകൾ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലപ്പോഴും പറയുമ്പോൾ പല തെറ്റുകൾ പറയുന്ന സന്ദർഭത്തിൽ തഖ്വ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുക. അതിന് തെളിവായിട്ട് മക്ക ഇമാം ഓതിയതായ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട എന്തിലാണ്? നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ പലിശ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, പലിശ ഇടപാടുകൾ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ അത് നിങ്ങൾ ഒഴിവാക്കുക. അഥവാ ഈ ആയത്ത് ഇറങ്ങിയിടം മുതൽ എന്നല്ലാതെ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഇന്നു മുതലല്ല, ഈ ആയത്ത് ഇറങ്ങിയിടം മുതൽ നിങ്ങൾ അത് ഒഴിവാക്കുക. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പലിശ ഒഴിവാക്കുക.
പലിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനോട് പോരാടുന്നതിനോട് തുല്യമാണ്, യുദ്ധം ചെയ്യുന്നതിനോട് തുല്യമാണ്. അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്ന വിഭാഗം, ലാ യഖൂമൂന, പരലോകത്തിൽ അവർ ഉണരുന്നതല്ല, ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, അടി കൊണ്ടുകൊണ്ട് പൈശാചിക ശല്യം തട്ടിയുകൊണ്ട് നിലം പതിച്ചവരെങ്ങനെയാണ് എണീറ്റ് നിൽക്കുക എന്നതുപോലെ എണീറ്റ് നിൽക്കാൻ പറ്റുകയില്ല. അവരുടെ വയറിന്റെ വലിപ്പം കാരണത്താൽ, അവർ ചെയ്തതായ തെറ്റിന്റെ പാപത്തിന്റെ വലിപ്പം കാരണത്താൽ അവർക്ക് എണീറ്റ് നിൽക്കാൻ വരെ പരലോകത്തിൽ സാധിക്കുന്നതല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പലിശയെ ഒഴിവാക്കാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ പറഞ്ഞ സന്ദർഭത്തിൽ ഉപയോഗിച്ചതായ പദം എന്താണ്? അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അലീമിൽ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫു മിനശ് ശൈത്താനി തദക്കറു, സത്യവിശ്വാസികളുടെ സ്വഭാവമാണ് അവരിൽ നിന്നിട്ട് വല്ല തെറ്റുകൾ വന്നു പോയാൽ, വല്ല വീഴ്ചകൾ വന്നു പോയാൽ, ആ സന്ദർഭത്തിൽ അവർ തഖ്വയുള്ളവരാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ മുത്തഖീങ്ങളാകുമ്പോഴുള്ളതായ പ്രത്യേകതയാണ്, ഉടനെ തന്നെ അവർക്ക് ഷോക്കടിക്കും. അവർക്ക് തെറ്റ് വന്നു പോകുമ്പോൾ ഷോക്കടിക്കും. അങ്ങനെ ഷോക്കടിക്കുമ്പോൾ പൈശാചിക ശല്യം തട്ടുന്ന സന്ദർഭത്തിൽ, പിശാച് അവനെ വഴി പഴപ്പിക്കുന്ന സന്ദർഭത്തിൽ, ഇദാ മസ്സഹും ത്വായിഫു മിനശ് ശൈത്താനി തദക്കറു, പിശാചികൾ അവനെ പിടികൂടി അവനെ വ്യഭിചാരത്തിലേക്കോ അനാചാരത്തിലേക്കോ തട്ടിപ്പിലേക്കോ തോന്നിവാസത്തിലേക്കോ ശിർക്കിലേക്കോ ബിദ്അത്തിലേക്കോ വല്ല തെറ്റായ ഭാഗങ്ങളിലേക്ക് പൈശാചിക ശല്യം അവന് പ്രേരണ നൽകുകയും അവന് പ്രസ് ചെയ്യുകയും അങ്ങനെ അപകടത്തിൽ അവൻ പെടുന്ന സന്ദർഭത്തിൽ അവന് മുത്തഖിയാണെങ്കിൽ തദക്കറു, പെട്ടെന്ന് അവർക്ക് ഷോകടിക്കുന്നു, ഉണരുന്നു, അവർ ശ്രദ്ധിക്കുന്നു, ഓ ഞാൻ അപകടത്തിൽ പെട്ടുപോയല്ലോ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഫൈദാഹും മുബ്സിറൂൻ, അവർ മുബ്സിരീങ്ങളായി മാറുന്നു. എന്താണ് മുബ്സിരീങ്ങൾ എന്ന് പറഞ്ഞാൽ? അവര് ചെയ്തതായ തെറ്റിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്തിയും കൊണ്ട്, അതിനുള്ളതായ വഴികൾ കണ്ടെത്തിയും കൊണ്ട് അതിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി അവർ പാടുപെടുകയും ചെയ്യുന്നു. നമ്മുടെ ശത്രുക്കൾ ധാരാളമുണ്ട് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. ആ ശത്രുക്കൾ നിന്നിട്ട് ഒരു ശത്രുവാണ്, ഏറ്റവും വലിയ ശത്രുവാണ്, നമ്മുടെ കൂടപ്പറപ്പായി തന്നെ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ശത്രുവാണ്, മരണം വരെ ഉണ്ടാകുന്നതാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ നാം മരിക്കുമ്പോൾ മോമിനായിട്ടാണോ അല്ലെങ്കിൽ അതിന്റെ നേരെ വിപരീതമായിട്ടാണോ മരിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവിടെയും അവന് വരും എന്ന് വരെ ഹദീസിലുണ്ട് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ആ സന്തോഷ വാർത്തയുമുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് ശരിക്ക് കെട്ടുറപ്പുള്ള വിശ്വാസം, റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അവന് വേണ്ടി മാത്രം എല്ലാം അർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി നാം ചർച്ച ചെയ്യുന്ന വിഷയമാകുന്ന തഖ്വ ഉൾക്കൊള്ളുന്ന വ്യക്തിയായിട്ട് ജീവിക്കുന്ന വിഭാഗം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ എന്ത് വരും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഇറങ്ങും, മലക്കുകൾ ഇറങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്നിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ മുമ്പിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവനെ മോചിപ്പിക്കാൻ വേണ്ടി, എന്തിൽ നിന്നിട്ട്? പൈശാചിക ശല്യത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി അവരവിടെ പരിശ്രമം നടത്തും. അത് കാരണത്താൽ തന്നെ സത്യവിശ്വാസി മുത്തഖിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിലും, ഹാർട്ട് ഫെയിലായി മരിക്കുകയാണെങ്കിലും, പെട്ടെന്ന് മരിക്കുകയാണെങ്കിലും, എങ്ങനെയാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം മുത്തഖിയായിട്ടാണ് ജീവിച്ചതെങ്കിൽ ഈ രൂപത്തിലുള്ളതായ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ തൗഫീഖ് ഇറങ്ങുന്നതോടുകൂടി അവന് പൈശാചിക ശല്യത്തിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, ഈ പിശാച്ച് നമ്മുടെ കൂടപ്പറപ്പായിരിക്കും. നമ്മുടെ മുമ്പിൽ വലതു ഭാഗത്തിൽ, ഇടതു ഭാഗത്തിൽ, മുൻഭാഗത്തിൽ, പിൻഭാഗത്തിൽ, എല്ലാ ഭാഗത്തിലും വന്നുകൊണ്ട് അവൻ കറങ്ങിയും കൊണ്ട് നാം ചെയ്യുന്നതായ ആ അമലുകളിൽ വീഴ്ച ഉണ്ടാവാൻ വേണ്ടി ഒതു പിടിക്കുമ്പോൾ വസ്വാസം ഉണ്ടാക്കി തരും, നമസ്കരിക്കുമ്പോൾ വസ്വാസം ഉണ്ടാക്കി തരും, ഓതിയ ഫാത്തിഹ പഴച്ചോ ഇല്ല എന്നൊക്കെ സംശയമുള്ള രൂപത്തിൽ എപ്പോഴും വസ്വാസം ഇട്ട് തരും. അതൊക്കെ പൈശാചിക ശല്യത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹുമായുള്ള ടച്ച് കുറഞ്ഞവരിൽ നിന്നിട്ട്, തഖ്വ കുറഞ്ഞവരിൽ നിന്നിട്ട് ഉണ്ടാകുന്നതായ വീഴ്ചകളിൽപ്പെട്ടതാണ് എന്ത്? വസ്വാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള വസ്വാസുകളൊക്കെ നമ്മളിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ കൂടപ്പറപ്പായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പലപ്പോഴും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിന്നിട്ട് ദേഷ്യവും കോപ്പവും ഉണ്ടാക്കൽ പൈശാചിക ശല്യത്തിൽ കൂടിയാണ്. അതിൽ നിന്നിട്ടൊക്കെ മോചിക്കാൻ, ഏത് പാപങ്ങളിൽ നിന്നിട്ട് മോചിക്കാൻ, ഏത് മേഖലകളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ആവശ്യമുള്ളതായ പ്രധാന വിഷയമാണ് ഇന്ന് മക്ക ഇമാം ചർച്ച ചെയ്തതായ തഖ്വ എന്ന വിഷയം. ഒരാളിൽ തഖ്വയുണ്ടെങ്കിൽ, എന്താണ് തഖ്വ എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉബയ്യ് ഇബ്നു കഅബിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ
ഒരു വഴി നല്ല രൂപത്തിലുള്ള നടക്കാൻ പറ്റുന്ന വഴിയല്ല. കുപ്പിക്കഷ്ണവും മലിന വസ്തുക്കളും എല്ലാം നിറഞ്ഞതായ വഴിയിൽ കൂടി നിങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സൂക്ഷ്മത പാലിക്കുന്നു. വസ്ത്രത്തെ ഉയർത്തുന്നു, കാല് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് കാല് വെക്കുന്നു. അവിടെ ചളിയുണ്ടായിരിക്കും, അവിടെ പ്രയാസമുണ്ടായിരിക്കും, അവിടെ മലിന വസ്തുക്കൾ ഉണ്ടായിരിക്കും, അവിടെ കുപ്പിക്കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെയ്യുന്നതായ ആ ജോലിയുടെ പേരാണ് എന്ത്? തഖ്വ അഥവാ സൂക്ഷ്മത പാലിക്കുക. എന്ത് തട്ടാതിരിക്കാൻ വേണ്ടി? മലിന വസ്തുക്കൾ വസ്ത്രത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടി, കാലിൽ തട്ടാതിരിക്കാൻ വേണ്ടി. ഇതുപോലെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ സകലം അള്ളാഹുവിന്റെ ആ കൽപ്പനയ്ക്ക് വിപരീതമായി പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത പാലിക്കുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സലഫ് സാലിഹ്യങ്ങളിൽ നിന്നിട്ട് സഹാബാക്കളിൽ നിന്നിട്ട് പലരും തഖ്വയെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ ശൈലിയിൽപ്പെട്ടതാണ്, നീയും നിന്റെ റബ്ബ് നിനക്ക് വേണ്ടി പരലോകത്തിൽ തയ്യാർ ചെയ്തു വെച്ചതായ ആ പരലോക ശിക്ഷയിൽ നിന്നിട്ട് മോചനം തേടാനുള്ളതായ ഒരു തടസ്സം നിന്നിൽ ഉണ്ടാവുക. അഥവാ അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷയിൽ നിന്നിട്ട് മോചിക്കാനുള്ളതായ മാധ്യമം നീ കണ്ടെത്തുക, നീ ഉണ്ടാക്കി വെക്കുക. അത് തഖ്വയാണ്, അത് സൂക്ഷ്മത പാലിക്കലാണ് എന്നും അർത്ഥം വെച്ചവരുണ്ട്. അപ്പോൾ എങ്ങനെ അർത്ഥം വെച്ചാലും ഈ ഞാൻ തുടങ്ങി വെച്ചതായ ആ വിഷയത്തിന്റെ വിശാലത നിങ്ങൾ മനസ്സിലാക്കി, അതിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി, ആ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ആ സകലം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതായ, നമ്മുടെ കൂടപ്പറപ്പായി മാറേണ്ടതായ ഒന്നാണ് തഖ്വ എന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ജീവിതമാസകലം സുന്ദരമായ ആസ്വാദ്യകരമായ ജീവിതമായി മാറും. മരിക്കുന്ന സന്ദർഭത്തിൽ നല്ല സുന്ദരമായ സന്തോഷകരമായ ആഹ്ലാദത്തോടു കൂടിയുള്ളതായ ആ മരണം മരിക്കാനും സാധിക്കും. ആ ഇനത്തിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. ഇങ്ങനെ പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പരലോകത്തിലേക്ക് എത്തുമ്പോൾ നരകത്തിലേക്ക് പോകുന്നവരെ നരകത്തിലേക്കും സ്വർഗത്തിലേക്ക് പോകുന്നവരെ സ്വർഗത്തിലേക്കും ആനയിക്കുന്നതായ ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും മക്ക ഇമാം എന്ന് കൂട്ടിച്ചേർത്ത ഭാഗമാണ് അവരുടെ ഖുതുബയുടെ അവസാന ഭാഗത്തിൽ പരലോകത്തിൽ ആ ഭയാനകമായ മഹ്ശറ വൻസഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെ കൂട്ടം കൂട്ടമായിട്ട് അവരെ തെളിച്ചു കൊണ്ടുപോകുന്നതാണ്. മലക്കുകൾ അവരെ ആനയിച്ചു കൊണ്ടുപോകുന്നതാണ്. എവിടേക്ക്? സ്വർഗലോകത്തിലേക്ക്. അവിടെയും അല്ലാഹു ഉപയോഗിച്ചതായ പദം എന്താണ്? മുത്തഖീങ്ങൾ എന്ന പദമാണ്. അതുകൊണ്ട് ആ ഇനത്തിൽ പെടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. അങ്ങനെ ജീവിക്കാനുള്ളതായ ദീർഘായുസ്സും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്രകാരം തന്നെ ഇന്ന് മദീന ഇമാം ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി ആയിരുന്നു സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവുകൽപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിക്കാൻ ആരംഭിച്ചത്. മദീനയിലുള്ള ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ സ്ഥിതി ചെയ്യുന്നതായ മസ്ജിദുൻ നബവി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിലുള്ളതായ റസൂലുള്ള പണ്ട് ഖുതുബോദിയതായ മെമ്പർ ഉണ്ടായ സ്ഥലത്ത് ഉള്ളതായ മെമ്പറിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആ പ്രസംഗത്തിൽ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് കൽപ്പനെ കുറിച്ചായിരുന്നു സംസാരിക്കാൻ ആരംഭിച്ചത്. അതിൽ മനുഷ്യന്മാരുടെ ഏത് അമലും നാം ഇപ്പോൾ പറഞ്ഞതായ ഈ തഖ്വ, ആ തഖ്വ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ജീവിതമാസകലം തഖ്വയിൽ മാത്രം ഒഴുകി അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടല്ലാതെ ജീവിച്ചിട്ടില്ല. അത് അള്ളാഹുവിനൊരു ഫലവും അതിൽ കൂടി ലഭിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മദീന ഇമാം സംസാരിക്കാൻ ആരംഭിച്ചത്. നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹ്ക്ക് അതിൽ ഫലമില്ല, അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യവുമില്ല. അള്ളാഹു ഐശ്വര്യവാനാണ്. നാം ഇനി നമ്മുടെ ജീവിതം ആസകലം തഖ്വ ഇല്ലാതെ വെറും തെറ്റ് മാത്രമാണ് ചെയ്തത്, പാപം മാത്രമാണ് ചെയ്തത്. ലോകത്തിലുള്ളവരാസകലം പാപം ചെയ്തു, എന്നാലും അള്ളാഹുവിനൊരു ഒരു ദൂഷ്യവും അതിൽ വരാൻ പോകുന്നില്ല, അള്ളാഹുവിനൊരു വീഴ്ചയും അതിൽ വരാൻ പോകുന്നില്ല. അള്ളാഹുവിന് നമ്മുടെ അമലുകളുടെ ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിട്ടികൾ നിട്ട് ഐശ്വര്യവാനാണ്. അവനിലേക്ക് നാം ആശ്രയിക്കുന്നു. അവൻ നമ്മളിലേക്കോ ഷിട്ടികളിലേക്കോ ആരിലേക്കും അവൻ ആശ്രയിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിശ്വാസത്തോടുകൂടി, ആ വിശ്വാസം കെട്ടുറപ്പുള്ള വിശ്വാസത്തോടുകൂടിയായിരിക്കണം സത്യവിശ്വാസി അവൻ ചെയ്യുന്ന അമലുകളെ ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനാണ് അവൻ അമലുകൾ ചെയ്യുന്നത്? അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നു, ലഹാ മാ കസബത് വഅലൈഹാ മാ കസബത്. അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവനാണ് ലഭിക്കുക. നാം അമൽ ചെയ്താൽ ആ അമൽ ചെയ്തതായ അമൽ കൊണ്ടുള്ള പ്രതിഫലം ദുനിയാവിലാവട്ടെ, ഖബറിലാവട്ടെ, പരലോകത്തിലാവട്ടെ, എവിടെയാണെങ്കിലും അത് നമുക്കാണ് ലഭിക്കുക അതിന്റെ ഫലം, എന്നല്ലാതെ അള്ളാഹുവിനല്ല അതിന്റെ ഫലം. അപ്പോൾ ലഹാ മാ കസബത്ത്, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവനാണ് ലഭിക്കുക. വഅലൈഹാ മാ കസബത്ത്, അതുപോലെ തന്നെ അവൻ ചെയ്തതായ ദൂഷ്യവശങ്ങൾ എന്തുണ്ടോ, ആ തെറ്റായ കാര്യങ്ങൾ എന്തുണ്ടോ, അതുകൊണ്ടുള്ളതായ വിപത്തും അഥവാ അതുകൊണ്ട് അവന് ലഭിക്കാൻ പോകുന്നതായ ശിക്ഷയും അവൻ തന്നെ ഏൽക്കേണ്ടി വരും. അവന് തന്നെ അത് തട്ടുകയും ചെയ്യും. അവരെയാണ് ശിക്ഷിക്കപ്പെടുക. അള്ളാഹുവിന് അതിലൊരു ദ്രോഹം വരാൻ പോകുന്നില്ല. അതെ, അങ്ങനെയുള്ള
അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മദീന ഇമാം സംസാരിക്കാൻ ആരംഭിച്ചത്. അതിൽ പെട്ടതാണ് ഏറ്റവും വലിയ അള്ളാഹുവിനെ ഭയപ്പെടാൻ വേണ്ടി സൃഷ്ടികൾ ഉപയോഗിക്കേണ്ടതായ മാധ്യമങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ സംരക്ഷിക്കണമെങ്കിൽ അള്ളാഹുവിനെ അവൻ ഭയപ്പെട്ട് ജീവിക്കണം എന്നത്. അള്ളാഹുവിനെ ഒരാൾ ഭയപ്പെട്ട് ജീവിച്ചാൽ ഏത് സമയത്തും അള്ളാഹുവിന്റെ സംരക്ഷണം അവന് ലഭിക്കാൻ സാധിക്കും, അവന് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഹിഫ്ളിൽ അവനുണ്ടായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഹദീസിൽ കാണാം, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചതായ ഹദീസിൽ യഹ്ഫദില്ലാഹ യഹ്ഫദുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. അള്ളാഹുവിനെ നീ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. ഇത് തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സൃഷ്ടികളോടുള്ളതായ ഭയം, ഞാൻ ഇന്ന ഖബറിലേക്ക് പോയി ഇന്നാളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന വലിയനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന രൂപത്തിൽ ഞാൻ ശിർക്കിന്റെ കാര്യങ്ങൾ, ശിർക്കായ നീച നികൃഷ്ട ചിന്താഗതികൾ ഞാൻ പേറി നടന്നിട്ടില്ലെങ്കിൽ ഔലിയാക്കന്മാർ എന്നോട് ദേഷ്യപ്പെടുമോ, അവരുടെ പൊരുത്തക്കേട് സമ്പാദിക്കേണ്ടി വരുമോ എന്നതായ പൈശാചിക ചിന്താഗതികൾ പലരിലും വരാറുണ്ട്. അള്ളാഹനെ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തവരിൽ നിന്നിട്ട് ഒരിക്കലും ഇല്ല. സൃഷ്ടികൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ലാ ളാറ വലാ നാഫിഅ ഇല്ലല്ലാഹ്. ലോകത്തിലുള്ള ഒരു വലിയനോ ഒരു നബിക്കോ ഒരു മുർസലിനോ ഒരു വ്യക്തിക്കും ഇവിടെ ഒരു ജിന്നിനോ ഒരു മലക്കിനോ നന്മയോ തിന്മയോ ചെയ്യാനുള്ളതായ കഴിവ് അള്ളാഹ് നൽകിയിട്ടേ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കഴിവ് അള്ളാഹ് സ്പെഷ്യലിസ്റ്റ് ആയ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്നു എന്നതാണ്. എന്നല്ലാതെ നാം മുമ്പ് തന്നെ ഇന്നാൾക്ക് ഇന്ന കറാമത്തുണ്ട്, അയാൾ കറാമത്തുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് അയാളോട് പ്രാർത്ഥിക്കാം, അയാളോട് ചോദിക്കാം എന്ന തീരുമാനം എടുക്കൽ അത് അനിസ്ലാമികമാണ്. അത് ഇസ്ലാം പഠിപ്പിക്കാത്ത ശരിയാണ്. മഹാത്മാക്കൾക്ക് കറാമത്തുണ്ടെങ്കിൽ അത് അവർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകതയാണ്. മഹാത്മാക്കളാകുന്ന നബിമാർക്കും മുർസലുകൾക്കും ഇസ്സത്തുണ്ടെങ്കിൽ അത് അവർക്ക് അള്ളാഹു നൽകുന്നതായ പ്രത്യേകതയാണ്. എന്നല്ലാതെ അത് നമുക്ക് അതിലൊന്നും ലഭിക്കാനില്ല. നാം അത് ഔലിയാക്കന്മാരെ പോലെ, നാം അള്ളാഹുവിലേക്ക് അടുത്തവരെ പോലെ ആയി മാറിക്കഴിഞ്ഞാൽ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയേണ്ട ആവശ്യം വരുന്നുവോ, എപ്പോൾ നമുക്ക് പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യം വരുന്നുവോ, അപ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹീത കാഴ്ച കൊണ്ട്, അനുഗ്രഹീത കൈകൊണ്ട് നമ്മെ മാടി വിളിച്ചുകൊണ്ട് നമ്മെ അത് പൊതിയുന്നതും നമ്മെ രക്ഷപ്പെടുത്തുന്നതും ആയിരിക്കും. തീർച്ചയാണ്, സംശയമേ ഇല്ല. പക്ഷെ അള്ളാഹിലേക്ക് അടുത്താൽ തീർച്ചയായിട്ടും അത് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ സാധിക്കുന്നതായ പ്രത്യേകതയാണ്. ഒരു വ്യക്തിയിൽ മാത്രം പരിമിതമല്ല എന്ന് മാത്രമല്ല, ആ കറാമത്ത് എന്ന് പറയുന്ന ആ പ്രത്യേകത അള്ളാഹു നൽകുന്നത് സൃഷ്ടികൾ നിന്നിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നതായ സമയത്ത് മാത്രമാണ്. ആ മനുഷ്യർ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. നാം ഒലിയെന്ന് പറയുന്ന വ്യക്തി ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിന് കറാമത്ത് ഉണ്ടാവുകയില്ല. അദ്ദേഹം ഒരു പക്ഷെ പ്രാർത്ഥിക്കും, ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, അതൊരു പക്ഷെ അദ്ദേഹത്തിന് കറാമത്തായിരിക്കും. അദ്ദേഹം ചിലപ്പോൾ പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതുമല്ല. അതുകൊണ്ട് മുമ്പേ കാലേ കൂട്ടി അദ്ദേഹത്തിന്റെ കൂടെ എല്ലാം ഉണ്ട് എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കോ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലേക്കോ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം കബറടക്കപ്പെട്ടതായ ഖബറിലേക്കോ പോയിട്ട് അവിടെ നിന്ന് അവരോട് ആവശ്യപ്പെടുക, അത് ഇസ്ലാമികത്വമാണ്. അത് ഖുർആൻ വിരോധിച്ചതാണ്, വിശുദ്ധ ഖുർആൻ വിരോധിച്ചതാണ്. അത് സഹീഹ് ഹദീസിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായ ഭാഷയിൽ ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച് അങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ ദഖലന്നാർ, അവൻ നരകപ്പുള്ളിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ട് അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിട വാങ്ങിയിട്ടില്ല എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാൻ തീരുമാനിച്ചാൽ വിശ്വാസപരമായ കാര്യങ്ങൾ സംരക്ഷിക്കാൻ നാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി പ്രസംഗിക്കാൻ ആരംഭിച്ചത്. പരലോകമോക്ഷം നേടാനും ഇഹലോകത്തിൽ നമുക്ക് രക്ഷകൾ, അള്ളാഹുവിന്റെ റഹ്മത്തുകൾ, അനുഗ്രഹങ്ങൾ ഇറങ്ങുവാനും അള്ളാഹുവിന്റെ ആ നല്ല നോട്ടം നമ്മളെ അള്ളാഹു നോക്കാനും അനിവാര്യമാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അഥവാ ആദ്യത്തെ ഖുതുബയിൽ മക്ക ഇമാം ഓതിയ ഖുതുബയിൽ പറഞ്ഞതായ ആ മുത്തഖിയായി ജീവിക്കുക എന്നതാണ് ഇവിടെ മദീന ഇമാം ഖൗഫ്, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക എന്ന് പറയുന്നതായ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തിന് മുസ്തഹിഖാണ് എന്നതായ ആ പരിപൂർണ ഈമാൻ നമ്മളിൽ ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം നാം എല്ലാവരും പറയുന്നു, എല്ലാവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരാണ് നാം അഥവാ മുസ്ലിങ്ങൾ. എന്നാൽ ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട് വിവക്ഷ അത് ആരാധനക്കർഹൻ,
ആരാധിക്കപ്പെടാൻ അർഹൻ, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ അർഹൻ അത് അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ എന്നതായ ആ തത്വം അതിലുണ്ട്. ഒരു എഗ്രിമെന്റ് കൂടിയുണ്ട് അള്ളാഹുവിനോട്. ഞാൻ നിന്നെ അല്ലാതെ ആരാധിക്കൂല റബ്ബേ, നിന്നോടല്ലാതെ പ്രാർത്ഥിക്കൂല റബ്ബേ, നിനക്കല്ലാതെ നേർച്ചയാക്കൂല റബ്ബേ, നിന്റെ പേരിലൂടെ അല്ലാതെ ഞാൻ അർക്കുകയില്ല റബ്ബേ, നിനക്ക് വേണ്ടിയല്ലാതെ ജീവിക്കുകയില്ല, നിനക്ക് വേണ്ടിയല്ലാതെ മരിക്കുകയില്ല, നിന്നെ അല്ലാതെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ആരാധനയാകുന്ന ഭയം ഞാൻ ആരെയും ഭയപ്പെടുന്നതല്ല, ഒരിക്കലും ഭയപ്പെടുന്നതല്ല. അതുപോലെ സ്നേഹവും ആരാധനയാകുന്ന സ്നേഹം അത് നിന്നെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്ന് പറഞ്ഞ ശേഷം വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ സമാപനം കുറിച്ചത്. ജനങ്ങളിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ശിർക്കിന്റെ നീച നികൃഷ്ട പ്രവർത്തനം ചെയ്യുന്നത് പോലെയുള്ള മറ്റൊരു തെറ്റാണ് സ്നേഹത്തിൽ അള്ളാഹുവിന്റെ കൂടെ ശിട്ടികളെ പങ്കുചേർക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ ശിട്ടികളെ സ്നേഹിക്കുക. അത് നബിമാരെയോ അത് മഹാത്മാക്കളെയോ ഔലിയാക്കന്മാരെയോ ആരെയും സ്നേഹിക്കാൻ പാടുള്ളതല്ല, അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ. എന്താണ് വിശ്വാസം? അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ആരാധനയുണ്ട്, അതിൽ പ്രാർത്ഥനയുണ്ട്, അതിൽ നേർച്ചയുണ്ട് അള്ളാഹ്ക്ക്. അതുപോലെ ആരാധനയുടെ എല്ലാ ഇനങ്ങളും അതിലുണ്ട്. അതൊന്നും എന്തില്ല? ശിട്ടികളോടുള്ള സ്നേഹത്തിലില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിൽ കഠിനമായ സ്നേഹം, ശക്തിയായ സ്നേഹം സ്നേഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് സമാപിക്കാൻ കാരണം. അപ്പോൾ ആ രൂപത്തിലാണ് നാം അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെ ആരാധനയുടെ എല്ലാ ഇനങ്ങളും അക്കൂട്ടത്തിൽപ്പെട്ടതായ സ്നേഹവും അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നേതാവായ, നമ്മുടെ കണ്ണിലുണ്ണിയായ, ഞാനിപ്പോൾ സംസാരിക്കുന്ന വിശുദ്ധ മസ്ജിദുൻ നബവിയുടെ പരിസരത്തിൽ അന്ത്യവിഷമം കൊള്ളുന്നതായ ആ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, അതുപോലെ നബിമാരെ, അതുപോലെ മഹാത്മാക്കളെ, സാലിഹീങ്ങളെ എല്ലാവരെയും നാം സ്നേഹിക്കണമെന്ന് മാത്രമല്ല, സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലത്തെ നമ്മുടെ നേതാക്കളെ എന്തുകൊണ്ട് സ്നേഹിക്കണം? അല്ലാഹ് കൽപ്പിച്ചു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അങ്ങേയറ്റം നിങ്ങളുടെ ശരീരത്തേക്കാൾ മുഹമ്മദ് നബി കടപ്പെട്ട ആളാണ് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന സ്നേഹം അത് ആരാധനയാകുന്ന സ്നേഹമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അന്ധമായി അനുകരിക്കുക. ഒന്നാമതായിട്ട് അവരെന്ത് പറഞ്ഞാൽ അവരിൽ നിന്നിട്ട് സ്ത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കണ്ണടച്ച് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തുക. അന്ധമായി റസൂൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുവാനോ അതിൽ ഒഴിവ് കിഴിവിനെ അന്വേഷിക്കുവാനോ ഒന്നും പാടുള്ളതല്ല. റസൂൽ ചെയ്തോ, റസൂൽ പറഞ്ഞു, റസൂൽ കൽപ്പിച്ചോ, സ്ഥിരീകരിക്കപ്പെട്ടോ, അത് ഖുർആനല്ലേ പറയുന്നത്, റസൂലുള്ളാഹിന്റെ പ്രവചനമാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കണ്ണടച്ച് അംഗീകരിക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാം അന്ധമായി അനുകരിക്കുകയും അവരെ പിൻപറ്റുകയും വേണം. അവരുടെ ജീവിതം പഠിക്കണം, അവരെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടേയിരിക്കണം, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അവരെക്കുറിച്ച് ആക്ഷേപിക്കുവാനോ തെറി പറയുവാനോ പരിശ്രമിക്കുന്ന വിഭാഗത്തോട് നമുക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാവണം. അവർ ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോയവരാണ് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ രൂപം അങ്ങനെയാണ്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെയും നാം സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുക. അവിടെയൊന്നും എന്തില്ല? അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിനോടുള്ളതായ പ്രാർത്ഥിക്കും പോലെയുള്ള പ്രാർത്ഥനയില്ല. അതാണ് വ്യത്യാസം. അതാണ് ശിട്ടികളിൽ നിന്നിട്ട്, ജനങ്ങളിൽ നിന്നിട്ട് പലരും ശിട്ടികളെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിലൂടെ ശിർക്ക് ചെയ്യുന്നതായ സ്നേഹം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഈ രൂപത്തിലുള്ളതായ സ്നേഹമാണ്. അത് നാം ചെയ്യാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളതായ സ്നേഹത്തിൽ എന്നതാണ്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ നാം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവര് നമ്മുടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വാതിലുകളാണ്. ബാബാനി, 2 വാതിലുകളാണ്, സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ്. ഒന്നാമതായിട്ട് അവരെ അനുസരിക്കുക, രണ്ടാമതായിട്ട് അവരുടെ കൽപ്പനകൾ ശരിക്കും ജീവിതത്തിൽ പകർത്തുക, അവരുടെ മരണശേഷം അവരുടെ വസിയത്തുകൾ നടപ്പാക്കുക, അവരുടെ വിനയത്തോടുകൂടി പെരുമാറുക, അവരുടെ ഹൃദയത്തിൽ നാം എപ്പോഴും സന്തോഷം വിട്ടുകൊടുക്കുക. നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവർക്ക് നന്നായി ചെലവഴിച്ചുകൊണ്ട് ഇരിക്കുക, അവരോട് കൃപയോടുകൂടി പെരുമാറുക, കരുണയോടുകൂടി പെരുമാറുക. അവർക്ക് നേരം പോക്ക് ആവശ്യമുണ്ടെങ്കിൽ, വയസ്സും പ്രായമുള്ള ആളാണെങ്കിൽ അവർക്ക് ഉൻസ് വേണ്ടി വരും, അവരുടെ കൂടെ ഇരുന്ന് അവരോട് കൂടി എപ്പോഴും അവരെ നേരം പോക്കോടുകൂടി അഥവാ അവരൊക്കെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ അവരോട് പെരുമാറാൻ വേണ്ടി പാടുപെടുക. അങ്ങനെ ധാരാളം കാര്യങ്ങൾ വളരെ നിരത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മദീനയിൽ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി മാതാപിതാക്കളോടുള്ളതായ ബാധ്യതകൾ, വാസ്തവത്തിൽ കഴിഞ്ഞ ആഴ്ചയിലുള്ള പ്രസംഗത്തിൽ ഞാൻ മാതാപിതാക്കളുള്ളതായ ബാധ്യതകളൊക്കെ പല രൂപത്തിൽ സംസാരിച്ച ഒരു വിഷയമാണ്. നാം സാധാരണ കേൾക്കാറുള്ള വിഷയമാണ്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളോട് ചെയ്യേണ്ടതായ കടമകളും ബാധ്യതകളൊക്കെ ചെയ്യേണ്ടതുപോലെ ചെയ്ത് ജീവിക്കുന്നവരിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. അവരോടുള്ളതായ ഉഖൂഖ് അഥവാ അവരോടുള്ളതായ
ഉള്ളതായ ആ പെരുമാറ്റത്തിൽ ഉള്ളതായ ക്രൂരത, ആ അങ്ങനെയുള്ള മഹാപാപം വദ്ദോഷം ചെയ്യുന്നവരിൽ നാം ആരെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.